ഇരിങ്ങോൾ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി മാർച്ച് 24 മുതൽ ഏപ്രിൽ 1 വരെയാണ് തിരുവുത്സവം. ഇരിങ്ങോൾ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തൃക്കൊടിയേറ്റോടുകൂടി തുടക്കം കുറിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടിയായിരുന്നു തൃക്കൊടിയേറ്റ്. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. തുടർന്ന് പ്രസാദഊട്ടും പ്രശസ്ത പിന്നണി ഗായകൻ PK ചന്ദ്രശേഖരൻ നയിച്ച ഭക്തിഗാനമേളയും നടന്നു. തൃക്കൊടിയേറ്റിന് നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ഇരിങ്ങോൾ പൂരം മാർച്ച് 31-നാണ്. ഏപ്രിൽ 1-നാണ് തിരുവാറാട്ടും കൊടിയിറക്കവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നാടെങ്ങും ഉത്സവ ലഹരിയിലാണ്. ചരിത്രപ്രസിദ്ധമായ ഇരിങ്ങോൾക്കാവിൻ്റെ തൃക്കൊടിയേറ്റ് ഇപ്പോൾ സ്വല്പം നിമിഷങ്ങൾക്ക് മുമ്പ് ആ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇരിങ്ങോൾ പൂരത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ദിനങ്ങളാണ്, ആഘോഷരാവുകളാണ്. ഈ നാട്ടിലുള്ളവരും അന്യദേശത്തുള്ള ആളുകളും എല്ലാം ഇരിങ്ങോൾ പൂരത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തുന്ന ഒരു അസുലഭമായ നിമിഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഈ ചൂടിലും ഈ കുളിർ പകരുന്ന നമ്മുടെ പെരുമ്പാവൂർ നഗരത്തിൻ്റെ മധ്യത്തിലുള്ള 60 ഏക്കർ വരുന്ന ഈ മനോഹരമായ ഈ വനത്തിന് നടുവിലുള്ള ഈ ക്ഷേത്രത്തിൽ ഇനിയുള്ള ഉത്സവ ദിനങ്ങളിൽ പഞ്ചാരി പെരുമഴയും അതുപോലെ പഞ്ചവാദ്യ ലഹരികളുമായി ഇനിയുള്ള ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ ലഹരികളാണ്. അമ്മേ നാരായണ ദേവി നാരായണ. ഇരിങ്ങോൾ പെരുമ്പാവൂർ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇന്ന് രോഹിണി നാളിൽ കൊടിയേറി മാർച്ച് 24-ാം തീയതി ഇന്ന് രോഹിണി നാളിൽ കൊടിയേറി ഏപ്രിൽ 1-ാം തീയതി ഉത്രം നാളിൽ നമ്മളുടെ ആറാട്ടോടെ തിരുവുത്സവം അവസാനിക്കും. ക്ഷേത്രത്തിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി നാനാദിക്കിൽ നിന്നുള്ള ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തിഗാനമേളയുടെയും നൃത്തങ്ങളുടെയും എല്ലാം അകമ്പടിയോടെ 9 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം ദേവി സ്വയംഭൂവാണ്. വൃക്ഷങ്ങളെ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ്. 60 ഏക്കറോളം നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെല്ലാം തന്നെയാണ് ദേവിയുടെ ഉപദേവതമാർ. അപ്പോൾ ലോകത്ത് വൃക്ഷങ്ങളെ ഉപദേവതകളായിട്ട് ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.